ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1992. ഞാനിന്ന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു മാർച്ച് മാസം എല്ലാവർക്കും അറിയാലോ, വേനൽ അവധിയാണ്. അന്നത്തെ എൻ്റെ വൈകുന്നേരങ്ങളിലെ പ്രധാന ജോലി, അങ്ങനെയും വിളിക്കാം, സതീഷ് അണ്ണന് ബോൾ ചെയ്ത് കൊടുക്കലാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വൈകുന്നേരങ്ങളിലെ എൻ്റെ പ്രധാന ജോലി സതീഷ് അണ്ണന് ബോൾ ചെയ്ത് കൊടുക്കലാണ്. സതീഷ് അണ്ണൻ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് ഒരു ചാപ്റ്ററിൽ പറയാം. അന്ന് ബാറ്റിംഗ് ഇല്ല, ഓൺലി ബോളിംഗ്. അതായിരുന്നു എൻ്റെ സ്ഥിരം ജോലി. ഒരു ദിവസം പതിവ് പോലെ കളിക്കാൻ പോയപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പുള്ളിയുടെ സൈക്കിളിൽ കയറ്റി സതീഷൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് മത്സരം ഞാൻ അന്നാണ് ടി വിയിൽ കാണുന്നത്. ആ ഡേറ്റ് 1992 മാർച്ച് 4. ആ ഡേറ്റൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. ഞാൻ ആദ്യമായി അന്ന് ടി വിയിൽ ഒരു ക്രിക്കറ്റ് കളി കണ്ടത് കടും നീല കുപ്പായത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ ടീമും ഇളം പച്ച നിറത്തിലുള്ള കുപ്പായത്തിൽ ഇറങ്ങിയ പാകിസ്ഥാൻ തമ്മിലുള്ള 1992 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായിരുന്നു. പക്ഷെ അന്ന് കണ്ട ആദ്യത്തെ ആ മത്സരം ഞാൻ ഒരിക്കലും മറന്നില്ല. അത് മറക്കാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഈ ചാപ്റ്ററിൽ ഷെയർ ചെയ്യാനുള്ളത്. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. അങ്ങനെ ആദ്യമായി ഞാൻ കണ്ട ക്രിക്കറ്റ് മത്സരം, ആദ്യമായി ഞാൻ ടി വിയിൽ കണ്ട ക്രിക്കറ്റ് മത്സരം ഒരിക്കലും മറക്കാതെ ഇരിക്കാൻ എനിക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണക്കാരൻ്റെ പേരാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച കായിക താരമായ, ലോകം കണ്ട ഏറ്റവും മഹാനായ ക്രിക്കറ്ററായ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറാണ് ആ കാരണം. 92 മുതൽ 96 വരെയുള്ളൊരു കാലഘട്ടം ടി വിയുടെയൊക്കെ ഒരു കുറവ് കാരണം തന്നെ മത്സരങ്ങളൊന്നും കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു ചെറുപ്പത്തിൽ അത്ര ഒരു ഹാർഡ് കോർ ഫാനായിട്ടൊന്നും നമ്മൾ മാറില്ലല്ലോ. അപ്പോൾ 96 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് ഞാനൊരു ക്രിക്കറ്റ് മത്സരം കാണുന്നത് 1996 വിൽസ് വേൾഡ് കപ്പിലെ ഇന്ത്യ ശ്രീലങ്ക മത്സരമാണ്. ഇന്ത്യ ശ്രീലങ്കയോട് തോറ്റു. പക്ഷെ അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ഇന്നിങ്സ്, അതാണ് ആദ്യം ചങ്കിലോട്ട് കയറിയത്. അതിനകത്ത് പുള്ളിയുടെ ഒരു ബാറ്റിങ്, ആ ഒരു അറ്റാക്കിംഗ് സ്റ്റൈല്, അതിലൊക്കെ നമ്മളങ്ങോട്ട് വീണ് അടിമയായിപ്പോയി. പിന്നീട് അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടു പോന്നിട്ടുമില്ല. 96 ശേഷം ഈ 2023 വരെ ഓരോ നിമിഷവും ആ മനുഷ്യൻ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ക്രിക്കറ്റർ മാത്രമല്ല, ആസ് എ പേഴ്സൺ ലോകത്തിന് മാതൃകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ടത്, എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാവാം, എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം, എങ്ങനെ സ്വപ്നം കാണാം, ആ സ്വപ്നം എങ്ങനെ ഫലിപ്പിക്കാം, ഇതൊക്കെ നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളായിട്ട് ആ മനുഷ്യൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എൻ്റെ എക്കാലത്തെയും ആരാധനാപാത്രമായിട്ട് ഞാൻ ഇന്നും കരുതുന്നത്, എന്നും കരുതിപ്പോകുന്നതും. 96 ശേഷം കാണാൻ പറ്റുന്ന അത്രയും മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ടി വിയുടെ കുറവുള്ളപ്പോൾ നമ്മൾ റേഡിയോയിൽ കമൻട്രി കേട്ടും, അങ്ങനെ പറ്റുമ്പോഴൊക്കെ ടി വി കണ്ടും, അങ്ങനെ ഒരുപാട് അവസരങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും കിട്ടുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കാതെ ഓരോ മത്സരങ്ങളും ആർത്തിയോടെ കണ്ടിരുന്നൊരു കുട്ടിക്കാലമാണ് എൻ്റെയും എൻ്റെ തലമുറയുടെയും. അന്നത്തെ വയനാടിൻ്റെ ഒരു അവസ്ഥ, കാറ്റടിച്ച കരണ്ട് പോവും.
അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ, ഇന്ന് മത്സരം ഉണ്ടല്ലോ, ദൈവമേ കരണ്ട് പോരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് ആയതുകൊണ്ട് കളിക്കാനുള്ളൊരു സാഹചര്യം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന വൈകുന്നേരങ്ങളിലെ ക്രിക്കറ്റ് കളിയും അതിനുശേഷമുള്ള ചൂട് പിടിച്ച ചർച്ചകളിലുമൊക്കെ സച്ചിനെയും അസറുദ്ദീനെയും ദ്രാവിഡിനെയും സൗരവ് ഗാംഗുലിയെയും അവരുടെ ബാറ്റിംഗ് ശൈലികളെയൊക്കെ പറ്റി സീരിയസ് ആയിട്ടുള്ള ചർച്ചകളും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോഴേക്ക് ക്രിക്കറ്റ് നമുക്ക് ശരിക്കും ഒരു ആവേശവും ഒരു ഭ്രാന്തും ഒക്കെയായി മാറിയിരുന്നു. പിന്നീട് നമ്മൾ എന്താ പറയുക, ആ മനുഷ്യനെ, സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് ഫോളോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്നിങ്സുകളും ഓരോ ക്യാച്ചുകളും ഓരോ വിക്കറ്റുകളും അദ്ദേഹത്തിന് പറ്റുന്ന പരിക്കുകൾ പോലും നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തിരുന്നു. പലപ്പോഴും ദൗർഭാഗ്യം കൊണ്ട് തെറ്റായ തീരുമാനങ്ങളിൽ സച്ചിൻ ഔട്ടായി പവലിയനിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു രോഷം, അത് ആ കാലത്തുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഏറ്റവും രസകരമായ കാര്യം, എൻ്റെ വീട്ടിൽ അച്ഛനും അനിയനും അജയ് ജഡേജ ഫാൻസ് ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് സച്ചിൻ ആർമി അവിടെ. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ സ്ഥിരം തർക്കമാണ്. അവർ ഒരു വശത്ത് സച്ചിൻ എഗൻസ്റ്റ് ആയിട്ട് പറയാൻ, ഞാൻ വിട്ടുകൊടുക്കാതെ ഫൈറ്റിംഗ്. അതൊരു വല്ലാത്തൊരു രസമുള്ള കാര്യമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ. ഇന്ന് അവർ രണ്ടുപേരും എന്താ പറയുക, സച്ചിൻ്റെ ഒരു ഹാർഡ് കോർ ഫാൻസാണ്. അല്ലെങ്കിൽ ആ കക്ഷി, സച്ചിൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആ ഒരു മാന്ത്രികമായ ഒരു കഴിവ് കൊണ്ടും ആ ഒരു വ്യക്തിത്വം കൊണ്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് നേരെ കണ്ണൂരേക്ക് മാറുന്നു. വേറെ ആൾക്കാർ, വേറെ ഗ്രൗണ്ട്, വേറെ ഫ്രണ്ട്സ്. പക്ഷെ അവിടെയൊന്നും ഈ മനുഷ്യനൊരു മാറ്റമില്ല. ഈ മനുഷ്യൻ കളിക്കുന്ന പോലെ കളിക്കാൻ നോക്കി പരാജയപ്പെട്ട് ഔട്ടായി തലകുമ്പിട്ട് എത്രയോ തവണ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് കയറി പോന്നിട്ടുണ്ട്. ഇയാൾ കളിക്കുന്ന അതേപോലത്തെ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ്, ഒരു കവർ ഡ്രൈവ് കളിക്കാൻ, അല്ലെങ്കിൽ ഒരു പുൾ ഷോട്ട്, ഈവൻ ഒരു ഡിഫൻസ് പോലും ചെയ്യാൻ പറ്റാതെ ഞങ്ങളെപ്പോലത്തെ പാവങ്ങളൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് വേർത്തിട്ടുണ്ട്. അവസാനം അതുപോലെ കളിക്കാൻ അയാൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് വന്നു. പിന്നീട് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമുക്കൊന്നും അനുകരിക്കാൻ പറ്റാത്ത എത്രയോ ഉയരത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. പിന്നെ ഓരോ ഇന്നിങ്സുകളും എന്താ പറയുക, മനഃപ്പാഠമാക്കി എങ്ങനെയൊക്കെ ഏത് ഷോട്ടാണ് കളിച്ചത്, അല്ലെങ്കിൽ അത് കളിക്കേണ്ടായിരുന്നു, അങ്ങനെ പല ഞങ്ങളുടെ ദീർഘമായ ചർച്ചകളിലൊക്കെ എന്നും ഒരു വിഷയമായിരുന്നു സച്ചിൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ മത്സരങ്ങളും സെഞ്ചുറി എന്നല്ല, ഒരു റൺസ് എടുത്തതാണെങ്കിലും 10 എടുത്താണെങ്കിലും 50 എടുത്താണെങ്കിലും 90 എടുത്താണെങ്കിലും 100 എടുത്താണെങ്കിലും ഒരേപോലെ ആവേശത്തോടെ കണ്ടിരുന്ന ഒരു കുട്ടിക്കാലമാണ് എൻ്റെയും എൻ്റെ തലമുറയുടെയും. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് എത്രയോ തവണ വഴക്ക് കേട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു കുട്ടിക്കാലം കൂടിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ക്രിക്കറ്റ് കളി കിറുക്കന്മാരുടെ ഒരു കളിയാണെന്നും അതുകൊണ്ട് ഒരു കാര്യമില്ലെന്നും ചിന്തിച്ചിരുന്ന ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ട് തലമുറ, അച്ഛനും അമ്മമാർക്ക് ഉൾപ്പെടുന്ന തലമുറ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിൻ ഔട്ടായില്ലടാ, ഇനി പോയിരുന്ന് പഠിക്കടാ എന്ന് പറയുന്ന ലെവലിലേക്ക് മാറി. അപ്പോഴേക്ക് സച്ചിൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ഒരു വലിയൊരു പ്രതിഭാസമായി മാറിയിരുന്നു. ഓരോ മത്സരങ്ങളെപ്പറ്റി നമുക്ക് അങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 96 വേൾഡ് കപ്പ് വന്നു, പിന്നെ 99 വേൾഡ് കപ്പ് വന്നു, പിന്നെ 2003 വന്നു. അങ്ങനെ എല്ലാ വേൾഡ് കപ്പിലും എന്താ പറയുക, സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊരു പ്രതിഭാസം ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ട് അങ്ങനെ ജ്വലിച്ചിരുന്നിരുന്നു. അവസാനം 2011 വരെയാണ് ആ ഒരു കാത്തിരിപ്പ് നീണ്ടുപോയത്. അന്ന് ഇന്ത്യ ഒട്ടാകെ സച്ചിന് വേണ്ടി ആ വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ദുബായിലായിരുന്നു. അന്ന് ദുബായ് തെരുവുകൾ, ദുബായ് സിറ്റി ഇന്ത്യക്ക് വേണ്ടിയിട്ടും സച്ചിന് വേണ്ടിയിട്ടും ആർത്ത് വിളിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു വല്ലാത്ത ആവേശമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചതിന് ശേഷം നമുക്ക് ക്രിക്കറ്റിനോടുള്ള ആ ഒരു പാഷൻ അതൊരുപാട് പോയി. സത്യസന്ധമായ കാര്യമാണത്. അദ്ദേഹം 2013 നവംബർ 16 പാഡ് അഴിച്ച് വെച്ച ആ നിമിഷം നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പോലെയാണ് നമുക്കൊക്കെ തോന്നിയത്. എൻ്റെ ഒരു തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സച്ചിൻ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിനുശേഷം ഒരുപാട് ലെജൻസ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നു. പക്ഷേ സച്ചിന് പകരക്കാരനാവാൻ ഒരു മനുഷ്യനും ഇനി പറ്റില്ല. ആ ഒരു തലമുറയുടെ 120 കോടി ജനങ്ങളുടെ മുഴുവൻ സ്വപ്നത്തിൻ്റെ ഭാഗമാകാൻ, അല്ലെങ്കിൽ ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, അഭിമാനത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ തന്ന, സന്തോഷിപ്പിച്ച, ഒരു പരിക്ക് പറ്റുമ്പോൾ 120 കോടി ജനങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ഒരു മനുഷ്യനും ഒരു കായിക താരവും ഇനി ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന രീതിയിൽ വളരെയധികം
ആകർഷിച്ച ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്വപ്നം കാണണം, ആ സ്വപ്നം ഒരു നാൾ സഫലമാകാൻ വേണ്ടി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ, ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു എന്നെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ, ഒരു സാധാരണ ആരാധകൻ്റെ ഒരു ആദരവാണ് ആ മനുഷ്യനോടുള്ളത്. നമുക്കൊരിക്കലും നേരിട്ട് കാണാൻ സാധിക്കാത്ത, ഇനി കാണുമോയെന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യനോടുള്ള എൻ്റെ ആരാധനയും എൻ്റെ ആദരവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രകടിപ്പിക്കുന്നത്. എന്നെപ്പോലത്തെ അനേകായിരം കോടി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളൊക്കെ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ. നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കുക. ആ മനുഷ്യനെ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ ഒരുപാട് എല്ലാ ഇന്നിങ്സും എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 2 ഇന്നിങ്സിനെ പറ്റി ഞാൻ പറയാം. 1997 ക്യാപ്റ്റനായിരിക്കെ കേപ്പ് ടൗണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് മത്സരത്തിൽ നേടിയ 169 റൺസ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം യൂട്യൂബിൽ ഹൈലൈറ്റ്സ് എടുത്തിട്ട്. അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേരിട്ടത് അലൻ ഡൊണാൾഡ്, ക്ലോസ്നർ, ഷോൺ പൊള്ളോക്ക്, ആൻസി ക്രോണിയെ, പോൾ ആഡംസ്, മക്മില്ലൻ തുടങ്ങിയ ലോകോത്തര ബൗളർമാരാണ്. അതും സൗത്ത് ആഫ്രിക്കയിലെ ഭയങ്കര ബൗൺസും പേസുമുള്ള പിച്ചിൽ. ആ മത്സരത്തിൽ സച്ചിൻ കളിച്ച ഷോട്ട്സ് ഇന്നത്തെ ഒരു പ്ലെയേഴ്സും ഇന്നും കളിക്കില്ല. അത്രയും ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഷോട്ട്സ് ആണ്. അത്രയും മഹാന്മാരടങ്ങിയ ബൗളിംഗ് നിരക്കെതിരെ ആ മനുഷ്യൻ കളിച്ച ആ ഒരു ഇന്നിങ്സ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിങ്സുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഇന്നിങ്സ് അത് തന്നെയാണ്. രണ്ടാമത്തേത് ഏറ്റവും പ്രശസ്തമായ ഏകദിന ക്രിക്കറ്റ് കണ്ട എക്കാലത്തെ മികച്ച ഇന്നിങ്സിലൊന്നായ ഷാർജയിലെ സാൻഡ്സ്റ്റോം ഇന്നിങ്സ്. ഇന്നും ഷാർജയിലെ ആ സ്റ്റേഡിയത്തിലൂടെ പോകുന്ന സമയത്ത് ആ കളി ഞാൻ ലൈവായിട്ട് TV-യിൽ കണ്ട ഒരു കാഴ്ച എൻ്റെ കണ്ണിലേക്ക് ഓടി വരും. ആ സ്ട്രെയിറ്റ് ലോഫ്റ്റഡ് 6 ഒക്കെ, അതിൽ ടോണി ഗ്രീനിൻ്റെ ഒരു കമൻട്രിയും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇങ്ങനെ ഇപ്പോഴും അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. ആ മത്സരം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ എത്ര മൊമെൻറ്റ്സ്, എത്ര നിമിഷങ്ങൾ സച്ചിൻ തന്നിരിക്കുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച 2 ഇന്നിങ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. വേറെ ഒരുപാടുണ്ട്. നമുക്ക് സച്ചിൻ്റെ ഏറ്റവും മികച്ചൊരു 10 ഇന്നിങ്സിൻ്റെ വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2013 നവംബർ 16 ആ മനുഷ്യൻ പാഡ് അഴിച്ചു വെച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ കരഞ്ഞു, കൂട്ടത്തിൽ ഞാനും. ഒരുപാട് തവണ വേദന തോന്നിയിട്ടുണ്ട്. സച്ചിൻ ഔട്ടാവുമ്പോഴും, പരിക്ക് പറ്റുമ്പോഴും, അല്ലെങ്കിൽ സച്ചിൻ കളിച്ചിട്ട് ഇന്ത്യ തോക്കുമ്പോഴും ഒക്കെ നമുക്ക് വേദന തോന്നിയിട്ടുണ്ട്. പക്ഷേ 2013 ആ വിരമിക്കൽ മത്സരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ നടത്തിയൊരു പ്രസംഗം, അത് ടച്ച് ചെയ്യാത്ത ഒരു ഹൃദയവും ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയത്തെയും സ്പർശിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ ഓരോ വാക്കും കടന്നുപോയത്. സ്റ്റേഡിയത്തിലല്ല, ഇന്ത്യയിൽ മൊത്തമല്ല, ഈ ലോകത്തുള്ള സകല ഇന്ത്യക്കാരും സച്ചിൻ എന്ന് ആർത്ത് വിളിച്ച ഒരു ദിവസമുണ്ടെങ്കിൽ അത് 2013 നവംബർ 16 അന്ന് നമ്മളറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഷർട്ട് നനഞ്ഞത് എനിക്കിന്നും ഓർമ്മയുണ്ട്. നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ മനുഷ്യനെ ഇത്രയും അധികം സ്നേഹിച്ചിരുന്നു. നമ്മളുടെ ആരുമല്ല, നമ്മുടെ ബന്ധുവല്ല, നമ്മുടെ ഒന്നുമല്ല, പക്ഷേ ആ മനുഷ്യൻ ഇന്ത്യയുടെ പൊതുസ്വത്തായി മാറി എന്നുള്ള ഒരു അഭിമാനം അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഓരോ മനുഷ്യൻ്റെയും സ്വന്തമാണ് സച്ചിനെന്നും ഓരോ മനുഷ്യൻ്റെയും അഭിമാനമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ആ മഹാനായ വ്യക്തി എന്നുള്ള തിരിച്ചറിവ് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഫാനായതിൽ, ഒരു ക്രിക്കറ്റ് ആയതിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച, ഏറ്റവും അഭിമാനിച്ച ഒരു നിമിഷം കൂടിയായിരുന്നു അത്. വിരമിച്ചെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, എവിടെയും വളരെ സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ അത് നമുക്ക് തരുന്നൊരു എനർജി, അത് വേറൊരു നെക്സ്റ്റ് ലെവൽ എനർജിയാണ്. അത് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ജനറേഷനിൽ പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു വികാരമാണ്. യങ് ജനറേഷനെയോ ന്യൂ ജനറേഷനെയോ ഒന്നും അത് മനസ്സിലാവാത്തതിൽ ഞങ്ങൾ കുറ്റം പറയില്ല. കാരണം നിങ്ങൾ കടന്നു വന്നൊരു ജീവിതമല്ലാതെ ഞങ്ങളൊരു 90s മുഴുവൻ, ഒരു 90കൾ തുടക്കം മുതൽ അവസാനം വരെ 2000-ൻ്റെ ഒരു മുക്കാൽ പകുതിയോളം ആ മനുഷ്യനെ ഫോളോ ചെയ്ത്, ആ മനുഷ്യൻ്റെ ഓരോ ചലനങ്ങളും ഫോളോ ചെയ്ത് ജീവിച്ച് കളിച്ച് വളർന്നവരാണ്. ഞങ്ങൾക്ക് തന്ന സന്തോഷങ്ങൾക്ക് അതിരില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കാണുന്നവരൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതെൻ്റെ ആദരവാണ്, എൻ്റെ സ്നേഹമാണ് ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറോട്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.